പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ PSCയുടെ നിയമനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കേരള സർക്കാർ തന്നെ ഒരുപാട് തവണ നമ്മുടെ താൽക്കാലിക നിയമനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അവർ എത്ര തന്നെ അവരുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ താൽക്കാലിക നിയമനം അവർ നടത്തുന്നില്ല എന്ന് പറഞ്ഞാലും ഒരുപാട് വഴികളിലൂടെ അല്ലേ, ദൈവമുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരുപാട് വഴികളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ലിസ്റ്റുകൾ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത് നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ റാങ്ക് പട്ടികയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് 4700 പേരെയാണ് താൽക്കാലികമായിട്ട് നിയമിക്കാൻ പോകുന്നത്. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ കഴിഞ്ഞ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയിട്ടുണ്ട്. അതിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ പുതിയ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസ് പരീക്ഷയും കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മെയിൻസ് പരീക്ഷ നമ്മുടെ മെയ് മാസത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ ആ ഒരു ലിസ്റ്റ് നിലവിൽ വരുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ പുതിയ റാങ്ക് ലിസ്റ്റ് അല്ല, പുതുതായിട്ട് 4700 പേരെ നമ്മുടെ ഈ ഒരു വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിലേക്ക് താൽക്കാലികമായിട്ട് നിയമിക്കാനാണ് നമ്മുടെ കേരള PSCയും കേരള സർക്കാരും കൂടി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബോർഡിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ മുഖ്യ പരീക്ഷ എഴുതിയതെന്ന് വെച്ചാൽ നമ്മുടെ നിലവിലെ ഇപ്പോഴത്തെ മുഖ്യ പരീക്ഷ എഴുതിയവരുടെയും അതുപോലെ തന്നെ അർഹത നേടിയവരുടെ എണ്ണവും ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്താണെങ്കിൽ 3900 പേര്, കൊല്ലത്താണെങ്കിൽ 4800 പേര്. പക്ഷേ ഇവരുടെയൊക്കെ കട്ട് ഓഫ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ്, 82 തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കുറവ് കട്ട് ഓഫ് നിലവിൽ വന്നിട്ടുള്ളത് നമ്മുടെ വയനാട് ജില്ലയിലാണ്, 64 കേട്ടോ. പക്ഷെ ഇവിടെ 4700 പേരെ ഇങ്ങനെ താൽക്കാലികമായി നിയമിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രയും പേര് ഇതിലേക്ക് ആവശ്യമുണ്ടെന്നാണ് അർത്ഥം. പക്ഷേ നമുക്ക് നിലവിൽ കൊടുത്തിട്ടുള്ള ഒഴിവുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. 25, 15, 8, 9, 7, 40 ആ രീതിയിലാണ് ഒഴിവുകൾ. ഇത്രയും കൂട്ടിയാൽ പോലും 259, 260 ഒഴിവുകൾ മാത്രമേ നമുക്ക് നിലവിൽ വന്നിട്ടുള്ളൂ. എങ്ങനെ ഈ ഒരു 4700ഉം ഈ ഒരു 259 തമ്മിൽ ബാലൻസ് ആകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതും കുറച്ചധികം കാര്യങ്ങൾ കൂടി നിങ്ങളടുത്ത് പറയാനുണ്ട്. അപ്പോൾ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ LGSന്റെ കമ്പനി ബോർഡ് അസിസ്റ്റന്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള റിപ്പോർട്ടഡ് വേക്കൻസീസ് നമുക്ക് നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രിലിംസ് കട്ട് ഓഫ് അല്ലെങ്കിൽ LGSന്റെ കമ്പനി ബോർഡിന്റെ തന്നെ കാറ്റഗറി നമ്പർ 609/2021 ആണ്. ഇതിന്റെ പ്രിലിംസിന്റെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത് 75 മാർക്കാണ് പ്രിലിംസിന്റെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. ഷോർട്ട് ലിസ്റ്റിനകത്ത് 57,000 പേരുടെ ഷോർട്ട് ലിസ്റ്റ് ആണ് വന്നിട്ടുള്ളത്. റിപ്പോർട്ടഡ് വേക്കൻസീസ് എന്ന് പറയുന്നത് 649, 650 റിപ്പോർട്ടഡ് വേക്കൻസീസ് ആണ് നമ്മുടെ LGSന്റെ കമ്പനി ബോർഡിനകത്തും വന്നിട്ടുള്ളത്. ഇതിന്റെ മെയിൻ എക്സാമിനേഷന്റെ ഡേറ്റ് വന്നിട്ടുള്ളത് മെയ് 17-നാണ്. ഹോൾ ടിക്കറ്റ് മെയ് 3 മുതൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും റിപ്പോർട്ടഡ് വേക്കൻസീസിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. 649 ഇതിന്റെ റിപ്പോർട്ടഡ് വേക്കൻസീസ് ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാനായിട്ടുള്ളത്, നമ്മുടെ സർവകലാശാല യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടറിന്റെ പ്രാഥമിക പരീക്ഷയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. 3 ഫേസ് ആയിട്ടാണ് എക്സാം നടക്കാനായിട്ട് പോവുക. 3 എക്സാമിനേഷൻ്റെയും കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ 29, മെയ് 13, മെയ് 27 തീയതികളിലായിട്ടാണ് പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത്. പ്രിലിംസ് പരീക്ഷയും അതിൻ്റെ കൂടെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കുകളും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്ത് നോക്കി പോവുക. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ അധ്യാപക നിയമനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു കാര്യം കൂടി കേരള PSCക്കകത്ത് പറയുന്നുണ്ട്. വേറൊന്നുമല്ല, അധ്യാപക നിയമനത്തിൽ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് വലിയ തോതിലുള്ളൊരു ഹൈക്കാണ്. ഒരുപാട് വേക്കൻസീസാണ് നമുക്കിപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവർക്കൊക്കെ സാലറി കൊടുക്കുക എന്നുള്ള ഒരു കടമ്പ കൂടി നമ്മുടെ മുന്നിലുണ്ട്. ആ ഒരു കാര്യം ധനവകുപ്പ് വേണം മെയിൻറ്റെയിൻ ചെയ്യാനെന്നാണ് ഇന്നലെയും മെനഞ്ഞാന്നൊക്കെ ആയിട്ടുള്ള പത്രവാർത്തയ്ക്കകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇതിനകത്ത് കാണുന്ന പോലെ തന്നെ അധ്യാപക തസ്തികകളിലേക്ക് വിജ്ഞാപനം വേണം, ഒപ്പം വലിയ റാങ്ക് പട്ടികയും വേണം അല്ലേ. അപ്പോൾ എന്താണ്, വേക്കൻസീസ് ഉണ്ട്, അതിനനുസരിച്ച് എന്ത് ചെയ്യുക, റാങ്ക് പട്ടികകളും കൂടി വിപുലീകരിക്കുക എന്ന് പറയുന്ന ഒരു ആവശ്യം എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് അധ്യാപക സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ നമ്മുടെ അഗ്നിവീർ, അപ്പോൾ അഗ്നിവീറിൻ്റെ സെക്കൻഡ് റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അഗ്നിവീറിന് പരീക്ഷയ്ക്ക് ആളില്ല എന്നാണ് പറയുന്നത്. അപേക്ഷിച്ചത് ആകെ 2800 പേര്. നമ്മുടെ PSCക്കൊക്കെ ഏറ്റവും കുറഞ്ഞത് ഇതിനേക്കാളും റേറ്റ് വരുന്നുണ്ട്. കാര്യം കഴിഞ്ഞ അഗ്നിവീർ പരീക്ഷയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട്
പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം ഈ ഒരു 2800 എന്ന് പറയുന്ന ഈ ഒരു ചെറിയ സംഖ്യയിലേക്ക് മാറാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം. അതുപോലെ തന്നെ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്കുള്ള ലൈബ്രറിയൻ തസ്തികയിലേക്കുള്ള ആപ്ലിക്കേഷൻസും സ്വീകരിച്ചിട്ടുണ്ട്. ലൈബ്രറിയൻ കോഴ്സുകൾ അറ്റൻഡ് ചെയ്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഹയർ സെക്കൻഡറി ലൈബ്രറിയൻ എന്ന് പറയുന്ന തസ്തികയിലേക്ക് വരാനായിട്ട് കഴിയും. അതുകൂടാതെ തന്നെ നമ്മുടെ പരീക്ഷകൾ എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് എത്ര ദിവസം നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഇന്ത്യ റിസർവ് ബറ്റാലിയന് ഇനി വെറും 64 ദിവസങ്ങൾ മാത്രമേ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന് വെറും 56 ദിവസം മാത്രമേ ഉള്ളൂ. ബീവ്കോ LDക്ക് ആണെങ്കിൽ വെറും 67 ദിവസം മാത്രമേ മുന്നിലുള്ളൂ. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് മെയിൻസ് പരീക്ഷയ്ക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ പരീക്ഷയ്ക്ക് 78 ദിവസങ്ങൾ. അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ വേറെ ഒന്നുമല്ല, ഈ എക്സാംസിന്റെ കാര്യങ്ങൾ ഈ ഡേറ്റ് നിങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ട് കമന്റ് ആയിട്ട് കൂടി അറിയിക്കുക കേട്ടോ. അപ്പോൾ വൈകുന്നേരം കമ്പൈൻ സ്റ്റഡി കൃത്യം 8 മണിക്ക് തന്നെ നമുക്ക് ലൈവായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ ബൈ.